വയനാട് ടൗൺഷിപ്പിനെ കുറിച്ച് ശവന്തൂക്കികളുടെ പുതിയ പരിഹാസങ്ങളും ആക്ഷേപങ്ങളെയും സംബന്ധിച്ച് ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിൽ ഇന്നലെ പറഞ്ഞ ഒരു പ്രതികരണമുണ്ട്. ചിന്തിക്കുന്നവർക്കും വിവേകമുള്ളവർക്കും കൃത്യമായി മനസ്സിലാകുന്ന മറുപടി. അതായത് ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നവരെ കുറ്റപ്പെടുത്താനുള്ള ആ മനോഭാവത്തെക്കുറിച്ച് ഇതിനേക്കാൾ മികച്ച മറുപടി ഇല്ല തന്നെ എന്ന് പറയേണ്ടി വരികയാണ്. നിങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഇന്ന് അവിടെ വന്ന് ആ ലീക്കിനെ കുറിച്ചൊക്കെ പറയുന്നത് കാണുമ്പോഴേ ഒരു കാര്യം ശരിയാ, യൂത്ത് കോൺഗ്രസും കോൺഗ്രസുകാരും വെച്ചു കൊടുത്ത വീട്ടിൽ നിങ്ങൾക്കൊരിക്കലും വിള്ളൽ കണ്ടെത്താൻ കഴിയില്ല. നിങ്ങൾക്കൊരിക്കലും അവിടെ ക്രാക്ക് കണ്ടെത്താൻ കഴിയില്ല. നിങ്ങൾക്കൊരിക്കലും ഈ കോൺഗ്രസുകാരുടെ വീട്ടിൽ ഈ രീതിയിലുള്ള പോണ്ടിങ് ടെസ്റ്റ് നടത്തിയതിൽ അവശിഷ്ടവും കാണാൻ കഴിയില്ല. നിങ്ങൾക്കൊരിക്കലും കോൺഗ്രസുകാർ വെച്ചു കൊടുത്ത വീട്ടിൽ 2 വരയിട്ട പെൻസിൽ കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം അത് കാണിച്ചു കൊടുക്കണമെങ്കിൽ അവിടെ വീട് വേണം. പക്ഷേ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്ലാൻ അനുസരിച്ച് അവിടെ വീടില്ലാത്തത് കൊണ്ട് വീട്ടിലെ വിള്ളലും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് വീട് വെക്കാൻ കഴിയാത്ത മനുഷ്യരാണ്, ഭൂമി ഏറ്റെടുത്ത് ഒരു കല്ലിന് മേൽ ഒരു കല്ലെടുത്ത് വെക്കാൻ പറ്റാത്ത മനുഷ്യരാണ് ഇവിടെ പോണ്ടിങ് ടെസ്റ്റ് നടത്തി കൃത്യമായ പരിശോധനാ ഫലത്തിലൂടെ കിഫ്കോണിന്റെ പരിശോധനയിലൂടെ ഒടുവിൽ 5 വർഷത്തെ ഡിഫക്റ്റ് ലയബിലിറ്റി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മാതൃകാപരമായ ടൗൺഷിപ്പ് പദ്ധതി കൈമാറാൻ വേണ്ടി വരുമ്പോൾ അതിനു മുന്നിൽ നിന്നുകൊണ്ട് വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അല്പമെങ്കിലും ഉളുപ്പ് വേണമെന്ന് നമുക്ക് പറയാനുള്ളൂ. സർക്കാരിന്റെ ടൗൺഷിപ്പ് പദ്ധതി അവസാന ഘട്ടത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പട്ടയങ്ങൾ കൈമാറി വീടുകളിൽ 178 എണ്ണവും അവസാനവട്ട ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. അത് കോമ്പൗണ്ട് വാൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുറച്ച് ഇലക്ട്രിക്കൽ വർക്ക് ആയിക്കോട്ടെ, ഫ്രണ്ടിലെ ഫ്ലോർ ടൈൽ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കുറച്ച് ജോലികൾ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്, ആരും നിഷേധിച്ചിട്ടില്ല. പക്ഷേ വാട്ടർ പോണ്ടിങ് ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ നടത്തി ലീക്കേജ് ഉണ്ടോ എന്ന പരിശോധന വരെ നടത്തുന്ന ഏറ്റവും മികച്ച എഫിഷ്യന്റ് ആയിട്ടുള്ള നിർമ്മാണമാണ്. ആ സന്ദർഭത്തിലാണ് ലീക്കേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ഇടത്ത് മാർക്ക് ചെയ്തപ്പോൾ അതിനെ വിള്ളലാക്കിയുള്ള വാർത്ത ഏഷ്യാനെറ്റിൽ തുടങ്ങി ശവന്തൂക്കികൾ ചേർന്ന് അതിനെ പരിഹസിക്കാനും ആക്ഷേപിക്കാനും അവർ അങ്ങ് ഒരുമ്പെട്ടിറങ്ങുകയാണ്. അത് മുഴുവൻ മോശമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് അരുൺകുമാറിന്റെ മറുപടി പ്രസക്തമാകുന്നത്. അതായത് എന്തു പറഞ്ഞാലും ഇവർക്ക് ചൂണ്ടിക്കാട്ടാനും വിമർശിക്കാനും വീടുണ്ട്, വീടിന്റെ അവസാനഘട്ട നിർമ്മാണത്തിലാണ്. പക്ഷേ സർക്കാർ എന്താണോ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളോട് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിനായി സംഭാവന നൽകണമെന്ന് ആവശ്യപ്പെട്ട അതേ സന്ദർഭത്തിൽ പിരിവെടുത്തവരെ അവരുടെ വീടിന്റെ വിള്ളലോ, വീടിന്റെ അറ്റകുറ്റപ്പണികളുടെ വീഴ്ചയോ, നിർമ്മാണ പ്രവർത്തനത്തിന്റെ അപാകതയോ ഒന്നിനെക്കുറിച്ചും ആർക്കും വിമർശിക്കാൻ കഴിയില്ല. വീടുണ്ടെങ്കിലല്ലേ വിമർശിക്കാൻ പറ്റൂ.